എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഹരിപ്രസാദാണ്. ഇന്ന് നമ്മൾ ശനിയുടെ രാശിമാറ്റവുമായി ബന്ധപ്പെട്ട് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് പുറകിൽ കാണുന്ന ഒരു രാശിചക്രം കാണാൻ സാധിക്കും. ഇതെന്തിനാണ് വരച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ശനിയുടെ രാശിമാറ്റവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസുകൾ യൂട്യൂബിൽ ഉണ്ട്. ഇത്ര വിശദമായിട്ട് കാര്യങ്ങൾ പറയുന്നതിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞുകൂടാത്തവരുണ്ടാകും. അവർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നതിനും നമുക്ക് രാശിചക്രത്തെക്കുറിച്ച് ശനിയുടെ രാശി മാറ്റം വരുമ്പോൾ ആർക്കൊക്കെയാണ് കണ്ടകശനി വരുന്നത്, ആർക്കൊക്കെയാണ് ഏഴര കണ്ടകാല ശനി വരുന്നത്, ആർക്കൊക്കെയാണ് രാജയോഗം ഉണ്ടാകുന്നത്, ശനിയുടെ ദോഷം ഇപ്പോൾ ഉള്ളത് മാറുന്നത് ആർക്കൊക്കെയാണ് എന്ന് വിശദമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ വളരെ ലളിതമായിട്ടും എന്നാൽ വളരെ സ്പീഡിലും ഈ കാര്യങ്ങൾ പറയുകയാണ് ചെയ്യുന്നത്. ഞാനിത് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ട് നോക്കി പറയുന്ന കാര്യങ്ങളല്ല പറയുന്നത്. ഈ രാശിചക്രങ്ങളിൽ വരച്ചിട്ട് കൃത്യമായിട്ട് ബോധ്യപ്പെടുന്ന രീതിയിൽ പറയാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ചില നാക്കുപിഴകളൊക്കെ ഉണ്ടെങ്കിൽ അത് സദയം ക്ഷമിച്ചുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. എങ്ങനെയാണ് ഇതിൻ്റെ രാശിചക്രങ്ങളിൽ ഈ ശനിയുടെ രാശിമാറ്റവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഗുണവും ദോഷങ്ങളുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം എങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് നമ്മൾ നടത്താൻ പോകുന്നത്. ആദ്യമായിട്ട് ഇതാണ് രാശിചക്രം എന്ന് പറയുന്നത്. അതിൽ ഈ രാശിചക്രത്തിൽ ഇങ്ങേ അറ്റം മൂല വരുന്നത് മീനം രാശിയാണ് ഇങ്ങേ അറ്റം വരുന്നത്. അപ്പോൾ നമ്മൾ മേടം രാശി മുതലാണ് രാശിചക്രത്തിൽ രാശി ആരംഭിക്കുന്നത്. അപ്പം മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം. അപ്പോൾ 12 രാശികൾ 12 കളങ്ങളായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ രാശിചക്രത്തിൽ ഇവിടെയാണ് ശനി നിൽക്കുന്നത്. മാ എന്നാൽ ശനി, മന്ദൻ എന്നു പേരും വരും. അപ്പോൾ ശനി ഒരു രാശിയിൽ നിന്ന്, ഇതൊരു രാശിയായിട്ട് ഒരു കളത്തെ ഒരു രാശിയായിട്ട് കണക്കൂട്ടിയാൽ ഈ രാശിയിൽ നിന്നും ഈ രാശിയിലേക്ക് ശനി മാറുന്നതിന് 2.5 വർഷം എടുക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും രാശികൾ കടക്കാൻ ഏകദേശം 30 വർഷത്തിനടുത്ത് വരെ സമയം വരും. അപ്പോൾ വർഷങ്ങളുടെ ഏറ്റക്കുറച്ചുകൾ അനുസരിച്ച് അതിന് ചെറിയ വ്യത്യാസങ്ങൾ വരുന്നതുകൊണ്ട് ഇവിടുന്ന് ശനി സഞ്ചരിച്ച് വീണ്ടും ഇതേ രാശിയിൽ തന്നെ വരാൻ ഏകദേശം 30 വർഷത്തിനടുത്ത് വരെ ഒക്കെ സമയമെടുക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതല്ല നമ്മുടെ വിഷയം എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ കണ്ടകശനിയുമായി ബന്ധപ്പെട്ടും ഏഴര കണ്ടകാല ശനിയുമായി ബന്ധപ്പെട്ടും വരാൻ പോകുന്ന ഗുണഫലങ്ങൾ, യഥാർത്ഥത്തിൽ വരാൻ പോകുന്ന ഗുണഫലങ്ങളും നമുക്കുണ്ടാകുന്ന ദോഷഫലങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങളുമാണ് നമ്മളിന്ന് പറയുന്നത്. ആരെയും ഭയപ്പെടുത്തി ഒരു ജ്യോതിഷം പറയുന്ന ഒരു രീതിയല്ല നമ്മുടെ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കർമ്മങ്ങളാണ് നമ്മുടെ മുന്നോട്ട് നയിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും ഗുണദോഷങ്ങൾ നിശ്ചയിക്കുന്നത്. ഇപ്പോൾ ശനി മാറി എന്ന് വിചാരിച്ച് നമുക്ക് ഒരു ദുരിതം ഉണ്ടാകണം എന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മുടെ കർമ്മങ്ങളെല്ലാം നല്ല രീതിയിൽ വരികയും നമുക്ക് നല്ല പ്രാർത്ഥനയും ദൈവാധീനവും ഒക്കെ ഉണ്ടെങ്കിൽ യാതൊരു കാരണവശാലും നമുക്കൊരു ദോഷവും ഉണ്ടാകുന്നതല്ല. അപ്പോൾ ശനിയുടെ രാശിമാറ്റവുമായി ബന്ധപ്പെട്ട് ഗുണങ്ങളെക്കുറിച്ച് ആണ് കൂടുതലും നമുക്ക് പറയാനുള്ളത്. എൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശനിയുടെ സ്ഥിതി രാശി മാറുന്നത് വ്യാഴത്തിൻ്റെ രാശിയിലോട്ടാണ് ശനി മാറുന്നത് എന്നുള്ള ഒരു പ്രത്യേകത നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ശനി മാറുന്നത് സമനായിട്ടുള്ള വ്യാഴത്തിൻ്റെ രാശിയിലേക്കാണ് മാറുന്നത്. അതായത് സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ രാശിയിൽ നിന്നുകൊണ്ട് മറ്റുള്ള ആളുകൾക്ക് ഒരു ദോഷം വരുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളും ശനി ദോഷം കൊണ്ട് ഈ വർഷം അല്ലെങ്കിൽ ഈ വരുന്ന 2.5 വർഷം കൊണ്ട് ഉണ്ടാകാൻ സാധ്യത വളരെയധികം കുറവാണ് എന്നുള്ളതാണ് അതിൽ നിന്നും ആദ്യം തന്നെ പറയാനുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം, ശനി ഈ രാശിയിൽ നിന്നും ഈ രാശിയിലേക്ക് ഈ വരുന്ന 2025 മാർച്ച് മാസം 29-ാം തീയതി രാത്രി 9:44 കടക്കും എന്നുള്ളതാണ് കണക്കൂട്ടിയിൽ നിന്നും മനസ്സിലാകുന്നത്. കുംഭൻ രാശിയാണ് ഇത്. കുംഭൻ രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ മീനൻ രാശിയിലുള്ള നക്ഷത്രങ്ങളാണ് നമ്മൾ ആദ്യമായിട്ട് അറിയേണ്ടത്. പോരുരുട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ് ഈ കുംഭൻ രാശി, ഈ മൂലയ്ക്കുള്ള രാശിയിൽ വരുന്നത്. പോരുരുട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി. ഈ നക്ഷത്രക്കാർക്ക് ശനി ജന്മശനിയും ഏഴര കണ്ടകാല ശനിയും കണ്ടകശനിയും ഒരുപോലെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ആദ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പം കുംഭൻ രാശിയിൽ നിൽക്കുന്ന കുംഭൻ രാശിയിലുള്ള നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അവട്ടത്തരയും ചതയവും പൂരുരുട്ടാതി മുക്കാലുമാണ് കുംഭൻ രാശിയിലുള്ളത്. അപ്പോൾ കുംഭൻ രാശിയിൽ നിന്നും ശനി നേരെ 2-ാം ഭാവത്തിലേക്ക് മാറുമ്പോൾ ഈ കുംഭൻ രാശി നക്ഷത്രക്കാരായിട്ടുള്ള അവിട്ടത്തരയും ചതയും പൂരുരുട്ടാതി മുക്കാല് നക്ഷത്രക്കാർക്ക് ഒരു ശക്തമായിട്ടുള്ള ഒരു ഭാവം, അതായത് ഗജകേസരി യോഗം പോലുള്ള ഭാവങ്ങളുണ്ടാകും എന്നുള്ളതാണ് പറയാനുള്ളത്. അതായത് കുംഭലഗ്നാധിപനും കൂടിയാണ്. അതായത് ചന്ദ്ര ലഗ്നം കൂട്ടുമ്പോഴത്തേക്കിന് ശനി അവരുടെ ജന്മാധിപനും കൂടിയാണ്. അപ്പം ശനി 2-ാം ഭാവത്തിലേക്ക് മാറുമ്പോൾ ധനയോഗം ഉണ്ടാകും, അതുപോലെ തന്നെ ഭാഗ്യവർദ്ധനവുണ്ടാകും,
അതുപോലെ തന്നെ കുടുംബ സ്വത്തുകൾ ഭാഗിക്കാതെ കിടക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഭാഗ്യങ്ങളുണ്ടാകും. അതുപോലെ തന്നെ ധനദുരിതങ്ങൾ വിട്ടൊഴിഞ്ഞു മാറും. പഴയ കിട്ടാനുള്ള ധനങ്ങൾ അതൊക്കെ കിട്ടാനുള്ള യോഗം ഉണ്ടാകും എന്നും കൂടി മനസ്സിലാക്കണം. വ്യാഴം 4-ാം ഭാവത്തിൽ നിൽപ്പുണ്ട്. അപ്പോൾ പൊതുവേ കുംഭം രാശിക്കാരായിട്ടുള്ള അവിട്ടത്തരയും ചതയും പൂരുരുട്ടാതി മുക്കാല് നക്ഷത്രക്കാർക്ക് നിലവിൽ 7.5 കാല ശനിയാണെങ്കിൽ പോലും നല്ല സമയം വരാൻ പോകുന്നു. അതിശക്തമായിട്ടുള്ള ഒരു ഭാഗ്യം ധനയോഗമൊക്കെ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് ഈ രാശിമാറ്റം കൊണ്ട് ആദ്യമായിട്ട് പറയുന്നൊരു കാര്യം. അടുത്തത് നമുക്ക് ഈ നക്ഷത്രക്കാർക്ക്, അതായത് മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരെയാണ് അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുന്നാണ് ശനി സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് കാര്യങ്ങൾ പറഞ്ഞെങ്കിലേ നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. അപ്പം ഉത്രാടത്തിൽ മുക്കാല് തിരുവോണം അവിട്ടത്തര വരുന്ന മകരക്കൂറുകാർക്ക് 7.5 കാല ശനി അവസാനിക്കുന്നു എന്നുള്ളതാണ് ആദ്യമായിട്ട് ആ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. അതായത് നിങ്ങൾ ധനു കഴിഞ്ഞ് മകരക്കൂറുകാർക്ക്, ഇത് അറിഞ്ഞുകൂടാത്തവർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്ര വിശദമായിട്ട് ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പം ഉത്രാടത്തിൽ മുക്കാല് തിരുവോണം അവിട്ടത്തരയ്ക്ക് ഇവിടെ നിൽക്കുന്ന ശനി ഇങ്ങോട്ട് മാറുമ്പോൾ നിങ്ങളുടെ 7.5 കാല ശനി അവസാനിക്കുന്നു എന്ന് മാത്രമല്ല, ഇവിടെയാണ് വ്യാഴത്തിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത്. ഗുരു വ്യാഴത്തിൻ്റെ സ്ഥിതി. അപ്പം ഇവിടെ നിന്നുകൊണ്ട് വ്യാഴം ഈ രാശിയിലേക്ക് ദൃഷ്ടിയും കൂടെ വരുന്നുള്ളത് കൊണ്ട് മഹാഭാഗ്യം വരാൻ പോകുന്നു എന്നുള്ളതാണ് എനിക്ക് ആ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നന്മയെക്കുറിച്ച് സംസാരിക്കുക, ജ്യോതിഷപരമായിട്ട് നമ്മുടെ ദോഷങ്ങളെ എങ്ങനെ മാറ്റാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം ഈ മകരക്കൂറുകാർക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഈ ഭാവത്തിലേക്ക് വരികയും ഉത്രാടത്തിൽ മുക്കാല് തിരുവോണം അവിട്ടത്തര നക്ഷത്രക്കാർക്ക് മഹാഭാഗ്യം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയാനുള്ളത്. അതുകൂടാതെ ശനി 3-ാം ഭാവത്തിലേക്ക് സഹോദര സ്ഥാനത്തേക്ക് മാറുന്നുണ്ട്. സഹോദര സംബന്ധമായിട്ടുള്ള ഭാവത്തിൽ നിന്നും നമുക്ക് അനുകൂലമായിട്ടുള്ള ഗുണങ്ങളുണ്ടാവുക, കുടുംബപരമായിട്ടുള്ള മെച്ചങ്ങളുണ്ടാവുക, അതുപോലെ തന്നെ നമുക്ക് പല വിധത്തിലുള്ള ഉദ്യോഗ കയറ്റങ്ങളുണ്ടാവുക, സ്ഥാനക്കയറ്റം ഉണ്ടാകുക. ശനി 3-ാം ഭാവത്തിലേക്ക് വന്നാൽ സ്ഥാനക്കയറ്റം ഉണ്ടാകും എന്നുള്ളതാണ് പൊതുവെ പറയാനുള്ളത്. അപ്പോൾ മകരക്കൂറുകാർക്കും കുംഭക്കൂറുകാർക്കും പൊതുവെ നല്ല ഫലസ്ഥിതി ആകാൻ പോകുന്നു എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. കാരണം കുംഭക്കൂറുകാർക്ക് വ്യാഴം 4-ാം ഭാവത്തിൽ, മകരക്കൂറുകാർക്ക് വ്യാഴം 5-ാം ഭാവത്തിൽ. അപ്പോൾ പൊതുവെ രണ്ട് രാശിക്കാർക്കും ഉത്രാടത്തിൽ മുക്കാല് തിരുവോണം അവിട്ടത്തര ചതയം പൂരുരുട്ടാതി മുക്കാൽ ഇത്രയും നക്ഷത്രക്കാർക്ക് എന്തായി അതിശക്തമായിട്ടുള്ള മഹാഭാഗ്യമാണ് ഈ രാശിമാറ്റം കൊണ്ട് ഉണ്ടാകാൻ പോകുന്നത്. അടുത്തതായിട്ട് നമ്മൾ മീനൻ രാശിയിൽ വരുന്ന നക്ഷത്രക്കാരെ പറയാൻ പോയാൽ പൂരുരുട്ടാതി കാല്, ഉത്രട്ടാതി രേവതി. ഇപ്പോൾ പൂരുരുട്ടാതി 4-ാം പാദത്തിലേക്കാണ് ശനിയുടെ രാശിമാറ്റം ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. അപ്പം ഈ ശനി മീനൻ രാശിക്കാർക്ക് 12-ാം ഭാവാധിപനും 11-ാം ഭാവാധിപനുമായിട്ടുള്ള ശനിയാണ് നേരെ ലഗ്നത്തിലേക്ക് വരാൻ പോകുന്നത്. 11-ാം ഭാവം ലാഭാധിപനും 11-ാം ഭാവം ലാഭാധിപനും 12-ാം ഭാവം കൊണ്ട് നഷ്ടാധിപനുമായിട്ടുള്ള ഗ്രഹം ലഗ്നത്തിലേക്ക് വരുമ്പോഴത്തേക്കിന് നിലവിൽ കണ്ടകശിനിയുണ്ട് എന്നുണ്ടെങ്കിൽ പോലും മീനൻ രാശിക്കാർക്ക് കണ്ടകശിനി ദോഷം വളരെയധികം കുറഞ്ഞ ഫലത്തിലേ എത്തത്തുള്ളൂ എന്നുള്ളതാണ് പൊതുവെ പറയുന്നത്. അതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യാഴത്തിൻ്റെ രാശിയാണ് മീനൻ രാശി എന്ന് പറയുന്നത്. സമനായിട്ടുള്ള വ്യാഴത്തിൻ്റെ രാശിയിലേക്ക് ശനി കടക്കുമ്പോൾ ശനി ഉപദ്രവകാരിയായില്ല, അല്ലെങ്കിൽ ശനിയുടെ ദോഷം വളരെയധികം ചുരുങ്ങിയ ഒരു ഫലത്തിലേ വരത്തുള്ളൂ. ശനി ലഗ്നത്തിൽ നിന്ന് കഴിഞ്ഞാൽ സാധാരണ കണ്ടകശനി ദോഷങ്ങൾ വരും. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളിൽ നിന്നുണ്ടാകുന്ന ദുരിതങ്ങളാണ് ശനിദോഷമായിട്ട് നമുക്ക് തന്നെ വിനകളായിട്ട് വരുന്നത്. ആകാശമണ്ഡലത്തിലുള്ള ഒരു ശനി നമ്മളെ ഉപദ്രവിച്ചിട്ട് നമുക്കൊരു ദോഷം വരുന്ന ഒരു ഭാവത്തിലല്ല ഈ ശനിയുടെ ഏതു കാര്യം പറയുന്നത്. അപ്പം കണ്ടകശനി വരുന്നു എന്ന് പറയുന്നെങ്കിൽ പോലും ഇവർക്ക് വരുന്ന പൂരുരുട്ടാതി കാല്, ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്കും എന്തുണ്ട്, വ്യാഴത്തിൻ്റെ ഒരു ആനുകൂല്യം അടുത്തതായിട്ട് വരാൻ പോകുന്നുണ്ട്. വ്യാഴം രാശി മാറാൻ പോവുകയാണ് ഈ വരുന്ന മെയ് മാസത്തിൽ. അപ്പം എപ്പോഴും ശനി കണ്ടകശനിയായിട്ട് ആരെ ബാധിക്കുന്നുണ്ടോ അവിടെ രക്ഷകനായിട്ട് വ്യാഴത്തിൻ്റെ ഒരു വരവുണ്ടാകും എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാനുള്ളത്. ഈ വരുന്ന മെയ് മാസത്തോടുകൂടി വ്യാഴം ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറുന്നുണ്ട്. മിഥുനൻ രാശിയിലേക്ക് വ്യാഴത്തിൻ്റെ സ്ഥിതി മാറുന്നുണ്ട്. അപ്പം നിലവിൽ കണ്ടകശനി വരാൻ പോകുന്ന നക്ഷത്രക്കാർ പൂരുരുട്ടാതികാൽ, ഉത്രട്ടാതി രേവതി, മിഥുനക്കൂറിൽ വരുന്ന മകേരത്തര, തിരുവാതിര, പുണർദത്തിൽ മുക്കാല് നക്ഷത്രക്കാർക്ക്, ഉത്തരത്തിൽ മുക്കാല്, അത്തം, ചിത്തിരര വരുന്ന കന്നിക്കൂറുകാർക്ക്, മൂലം, പൂരാട, ഉത്രാടത്തിൽ കാലുകാർക്കും നിലവിൽ എന്താണ് ഈ ശനിയുടെ രാശിമാറ്റം കൊണ്ട് കണ്ടകശനി ദോഷം ഉണ്ടാകാൻ വരുന്ന, കണ്ടകശനി ബാധിക്കുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങളൊന്നുകൂടെ കേട്ട് നോക്കുക.
മീനക്കൂറുകാർക്ക്, മിഥുനക്കൂറുകാർക്ക്, കന്നിക്കൂറുകാർക്ക്, ധനുക്കൂറുകാർക്കാണ് എന്ത് നിലവിൽ കണ്ടകശനി ഈ വരുന്ന 2025 മാർച്ച് 29 രാത്രി 9:44 മുതൽ നമുക്ക് ഉണ്ടാകാൻ പോകുന്നത്. ഏഴരകണ്ഠകാല ശനി ആർക്കൊക്കെയാണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിട്ടത്തരയും ചതയവും പൂരുരുട്ടാതി മുക്കാലിനും എന്തുണ്ട്? ഏഴരകണ്ഠകാല ശനിയുണ്ട്. ഏഴരകണ്ഠകാല ശനിയും കണ്ടകശനിയും ജന്മശനിയും കൂടെ മീനൻ രാശിക്കാർക്കാണ് ഉള്ളത്. മേടൻ രാശിയിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്ക് നിലവിൽ ഇപ്പോൾ ഏഴരകണ്ഠകാല ശനി ഇല്ലെങ്കിലും ഈ വരുന്ന മാർച്ച് മാസം 29 രാത്രി 9:44 മുതൽ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്ക് ഏഴരകണ്ഠകാല ശനിയുടെ ആരംഭം ആകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാനുള്ളത്. മേടൻ രാശിക്കാർക്ക് ശനി 11ാം ഭാവാധിപനും 12ാം ഭാവാധിപനുമായിട്ടുള്ള ശനി 12ലേക്ക് വരുമ്പോൾ അശ്വതി, ഭരണി നക്ഷത്രക്കാർക്ക്, അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്ക് ധനനഷ്ട യോഗമാണ് പറയുന്നത്. അതുകൂടാതെ തന്നെ പല വിധത്തിലുള്ള നമുക്ക് ദുരിതങ്ങളുണ്ടാകാനും തൊഴിൽപരമായിട്ടുള്ള ക്ലേശങ്ങളുണ്ടാകാനും അലച്ചിലുകളുണ്ടാകാനും പാഴ്ചെലവുകൾ വർദ്ധിക്കാനുള്ള ഒരു സമയമായിട്ടാണ് ശനി 12ൽ കാണിക്കുന്നത്. എങ്കിൽ പോലും വ്യാഴം 2ാം ഭാവത്തിൽ നിൽപ്പുണ്ട്. വ്യാഴത്തെ ചേർത്ത് നമ്മളിപ്പോൾ പറയുന്ന ഒരു രാശിയിലല്ല ഈ കാര്യങ്ങൾ പറയുന്നതുള്ളതുകൊണ്ടാണ്. എങ്കിലും വ്യാഴത്തെ നമുക്കവിടെ എടുക്കാതിരിക്കാനൊക്കത്തില്ല. സർവേശ്വരകരകാരനായിട്ടുള്ള വ്യാഴം മേടം കൂറുകാർക്ക് 2ാം ഭാവത്തിൽ നിന്നുകൊണ്ട് ധനസ്ഥിതി എപ്പോഴും മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ധനനഷ്ടം വരത്തില്ല. നഷ്ടഭാവം കൂടുന്നുണ്ടെങ്കിൽ പോലും വരവുണ്ടാകും, ചെലവും അതിനനുസരിച്ച് അധികരിച്ച് ഉണ്ടാകും. അടുത്തതായിട്ട് ഇടവക്കൂറുകാർക്ക് നിലവിലിപ്പോൾ കണ്ടകശനിയാണ്. ഇടവക്കൂറുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർത്തിക, മുക്കാല്, രോഹിണി, മകേര തല വരുന്ന ഇടവക്കൂറുകാർക്ക് ഇപ്പം നിലവിൽ എന്തുണ്ട്? കണ്ടകശനിയുണ്ട്. കർമ്മഭാവത്തിലാണ് ശനി നിൽക്കുന്നത്. ഈ നക്ഷത്രക്കാർക്ക് കർമ്മഭാവം എന്ന് വെച്ചാൽ പന്താഭാവമാണ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. നിലവിൽ ഇടവക്കൂറിൽ വരുന്ന കാർത്തിക, മുക്കാല്, രോഹിണി, മകേരത്തര നക്ഷത്രക്കാരായിട്ടുള്ള ഇടവക്കൂറുകാർക്ക് കണ്ടകശനി മാറുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കാര്യം. അവർക്ക് 11ാം ഭാവത്തിലേക്ക് ശനിയുടെ രാശി മാറുന്നു എന്നുള്ളതും ഒരു കാര്യമുണ്ട്. അപ്പം ഇടവക്കൂറുകാർക്ക് എന്തുണ്ടാകുന്നു? 2ാം ഭാവത്തിലോട്ട് വ്യാഴം വരുന്ന മെയ് മാസത്തിൽ മാറുന്നുണ്ടെങ്കിലും ഇപ്പോൾ നിലവിലത്തെ ശനിയുടെ രാശി മാറ്റം കൊണ്ട് നേരത്തെ പറഞ്ഞ മകരം, കുംഭൻ രാശിക്കാരുടെ കൂട്ടുള്ള മഹാഭാഗ്യവും ഇടവക്കൂറിൽ വരുന്ന കാർത്തിക, മുക്കാല്, രോഹിണി, മകേരത്തര നക്ഷത്രക്കാർക്കും കൂടി ഉണ്ടാകാൻ പോകുന്നുണ്ട്. അപ്പം അതൊരു വലിയ പ്ലസ് പോയിൻ്റായിട്ട് നമുക്കെടുക്കാം ഈ നക്ഷത്രക്കാർക്ക്. അടുത്തതായിട്ട് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ കാര്യം നേരത്തെ പറഞ്ഞു. പുണർദത്തിൽ മകേരത്തരയും തിരുവാതിരയും പുണർദത്തിൽ മുക്കാല് നക്ഷത്രക്കാർക്ക് ശനി ഇവിടുന്ന് ഇങ്ങോട്ട് മാറുമ്പോൾ കർമ്മഭാവത്തിലേക്ക് മാറാൻ പോവുകയാണ്. ഇടവത്തിന് കർമ്മത്തിനുണ്ടായിരുന്ന പോലെ ഇനി അടുത്തതായിട്ട് മിഥുനക്കൂറുകാർക്കാണ് ശനി ഇവിടോട്ട് വരാൻ പോകുമ്പോൾ ഈ 10ാം ഭാവം എന്ന് പറയുമ്പോൾ ഇങ്ങനെ എണ്ണണം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. മിഥുനക്കൂറുകാർക്ക് കർമ്മത്തിൽ ശനി വരാൻ പോകുന്നു. അപ്പോൾ കർമ്മഭാവത്തിൽ ശനി വരുമ്പോഴത്തേക്കുണ്ടാവുന്ന ദോഷങ്ങൾ ആദ്യം പറയാം, ഗുണങ്ങൾ രണ്ടാമതും പറയാം. മിഥുന ലഗ്നക്കാർക്ക് ഗുണപരമായിട്ട് ദോഷപരമായിട്ടുള്ളത് നമുക്ക് കർമ്മപരമായിട്ടുള്ള തടസ്സങ്ങൾ, തൊഴിൽപരമായിട്ടുള്ള ക്ലേശങ്ങൾ, ജോലി സംബന്ധമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന പലവിധത്തിലുള്ള പീഡകൾ, സ്ഥലം മാറ്റം, അതുപോലെ തന്നെ യാത്രാ ദുരിതങ്ങളുണ്ടാവുക, അതുപോലെ തന്നെ കർമ്മപരമായിട്ട് നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്താലും അതിനൊക്കെ ഒരു തടസ്സങ്ങൾ വരുന്ന ഒരു സമയമായിട്ട് ശനിയുടെ രാശിമാറ്റം പറയേണ്ടതായിട്ട് വരും. അപ്പം ശനി കൊണ്ടുണ്ടാകുന്നത് കർമ്മവിഘ്നങ്ങളും കർമ്മദോഷങ്ങളുമാണ് എന്നാണ് ഈ മിഥുനക്കൂറുകാർക്ക് വരാൻ പോകുന്നത്. അവരുടെ ഗുണഫലം പറഞ്ഞു തരാം. മിഥുന ലഗ്നക്കാർക്ക്, മിഥുനക്കൂറുകാർക്ക് ശനി എന്ന് പറയുന്നത് 8ാം ഭാവാധിപനും 9ാം ഭാവാധിപനും കൂടിയാണ്. ഭാഗ്യത്തിൻ്റെ അധിപനും കൂടിയാണ് ആര്? മിഥുനക്കൂറുകാർക്ക് ശനി. അഷ്ടമാധിപനും ഭാഗ്യാധിപനുമായിട്ടുള്ള ആളാണ് കർമ്മത്തിലേക്ക് വരുന്നത്. അപ്പം ഭാഗ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭാഗ്യത്തിൻ്റെ ആനുകൂല്യം ഉണ്ടെങ്കിൽ നമുക്ക് ഏതൊരു കാര്യത്തെയും നമുക്കൊന്ന് തടുത്തു നിർത്താം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? വ്യാഴത്തിൻ്റെ രാശിയിലേക്ക് വരുന്നത് കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ ദോഷപരിഹാരമായിട്ട്, ദോഷമാദ്യമായിട്ട് വരുന്ന ഈ മീനത്തിൻ്റെ ദോഷപരിഹാരം പറയാം. മിഥുനക്കാർ ചെയ്യേണ്ട ദോഷം കർമ്മദോഷ പരിഹാരമായിട്ട് ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുക, വെണ്ണ നിവേദ്യം നടത്തുക, കുങ്കുമ അർച്ചന നടത്തുക, അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥന, നീരാഞ്ജന വിളക്ക് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഹനുമാൻ സ്വാമിക്ക് കർമ്മഭാവത്തിലായതുകൊണ്ടാണ് അത് പറയുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് അങ്ങനെ ചെയ്യുക. രണ്ടാമത്തെ ഒരു കാര്യം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത മന്ത്ര അർച്ചന ചെയ്യുക. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും കൊണ്ട്
ശനിയുടെ കർമ്മത്തിലേക്ക് വരുന്ന ദോഷം മിഥുനക്കൂറുകാർക്ക് 99.9% ദോഷവും നമുക്ക് ഈ ഒരു കാര്യങ്ങളെ കൊണ്ട് പരിഹരിക്കാം. അപ്പം ഭാഗ്യാധിപൻ കർമ്മത്തിലേക്ക് വരുന്നതുകൊണ്ട് ഭാഗ്യവർദ്ധനവിന് ഉള്ളൊരു സാധ്യതയുണ്ട്. അപ്പം ഭാഗ്യപരമായിട്ടുള്ള വർധന ഉണ്ടാകാൻ വിഷ്ണു ക്ഷേത്രത്തിൽ ഇത് ചെയ്യുക. നമ്മൾ മീനക്കൂറുകാരുടെ ദോഷഫലങ്ങൾ പറഞ്ഞിട്ടില്ല. മീനക്കൂറിലേക്ക് ശനി വരുമ്പോൾ ഇവിടെ വരുമ്പോൾ പൂരുരുട്ടാതി കാല ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് ജന്മശനി എന്ന് പറയും. കണ്ടകശനിയും ഏഴരകണ്ഠകാല ശനിയും. അപ്പോൾ ദുരിതത്തെ പറയാനായിട്ടാണെങ്കിൽ നമുക്ക് പലവിധത്തിലുള്ള ദുരിതങ്ങൾ, ദേഹദുരിതങ്ങൾ, ആപത്തുകൾ, ധനനഷ്ടം, മനക്ലേശം, സ്വസ്ഥതക്കുറവ്, പാഴ്ചെലവ്, അതുപോലെ തന്നെ ധനനഷ്ടങ്ങളൊക്കെ ഉണ്ടാകാനൊക്കെയുള്ള കാര്യങ്ങൾ പ്രധാനമായിട്ട് കാണുന്നുണ്ട്. ശരീരത്തിന് രോഗാരിഷ്ടതകൾ വർദ്ധിക്കുന്നതിനൊക്കെ ഉള്ളൊരു സാധ്യത പറയുന്നുണ്ട്. അപ്പോൾ പരിഹാരമായിട്ട് മീനം രാശിയിൽ നിൽക്കുന്നതുകൊണ്ട് വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്നത് കൊണ്ടും നിങ്ങൾ നീരാഞ്ജന വിളക്കാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. അത് എന്നും കത്തിക്കണം എന്ന് പറയുന്നില്ല. ശനിയാഴ്ച ദിവസം മുടങ്ങാതെ, കഴിവിൻ്റെ പരമാവധി മുടങ്ങാതെ കത്തിക്കാൻ ശ്രമിക്കുക. തേങ്ങ പൊട്ടിച്ച് വിളക്ക് കത്തിക്കുക. എള്ള് കിഴിയിട്ട് നല്ലെണ്ണ ഒഴിച്ച് വിളക്ക് കത്തിക്കുക. എള്ള് പായസം നിവേദ്യം നടത്തുക. ശനീശ്വര സ്തോത്രമുണ്ട്. ഓം നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തം നമാമി ശനീശ്വരം എന്ന് പറയുന്ന ആ ശനീശ്വര സ്തോത്രം സ്ഥിരമായിട്ട് രാവിലെ 11 തവണയും വൈകിട്ട് 11 തവണയും ജപിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ഒരു കാര്യം. വ്യാഴം മെയ് മാസത്തോടുകൂടി മിഥുനൻ രാശിയിലേക്ക് മാറുന്നതോടുകൂടി നിങ്ങൾ 2 മാസം കൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ശനിയെ വ്യാഴം പരിഹരിച്ചുകൊള്ളും. അപ്പം വിഷ്ണു ഭഗവാന് എന്ത് ചെയ്യണം? ഭാഗ്യസൂക്താർച്ചന, സഹസ്രനാമാർച്ചന, നെയ്യൊഴിച്ച് വിളക്ക്, വിഷ്ണു ക്ഷേത്ര ദർശനമൊക്കെ നടത്തി കഴിഞ്ഞാൽ, വിഷ്ണു സഹസ്രനാമമൊക്കെ ഞാൻ ചൊല്ലിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ദോഷമുള്ള പൂരുരുട്ടാതികാൽ ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് യാതൊരു കാരണവശാലും ഭയപ്പെടേണ്ടതില്ല. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് കന്നിക്കൂറുകാരുടെ കാര്യമാണ്. എന്തുകൊണ്ടാണ് കർക്കിടകവും ചിങ്ങവും പറയാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ കാര്യം പറയുന്നതിന് മുമ്പായിട്ട് ഈ കന്നിക്കൂറിൻ്റെ കാര്യം പറഞ്ഞെങ്കിലേ പറ്റത്തുള്ളൂ. കാരണം നേരെ ശനിയുടെ ദൃഷ്ടി ഇങ്ങോട്ടാണ്. ശനിയുടെ കാര്യമാണല്ലോ പറയുന്നത്. എന്ന് വെച്ച് ചിങ്ങക്കൂറുകാരുടെയും കർക്കിടകക്കൂറുകാരുടെയും ഫലം പറയാതിരിക്കത്തില്ല, പറയുക തന്നെ ചെയ്യും. കന്നിക്കൂറുകാർക്ക് ഇപ്പോൾ കന്നിക്കൂറിലുള്ള നക്ഷത്രങ്ങളെ ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഉത്തരത്തിൽ മുക്കാലും അത്തവും ചിത്തിരയരയും. ഉത്തരത്തിൽ മുക്കാൽ അത്തം ചിത്തിരയര വരുന്ന കന്നിക്കൂറുകാർക്ക് ശനി, ഇവിടെ നിൽക്കുന്ന ശനി ഇങ്ങോട്ട് വരുമ്പോൾ നേരെ 7ാം ഭാവം എന്ന് പറയും. ഭാര്യാസ്ഥാനം, ഭാര്യയ്ക്ക് ഭർത്തസ്ഥാനം, ഭർത്താവിന് ഭാര്യയുടെ സ്ഥാനം, ഭാര്യയുടെ കുടുംബം, അതുപോലെ തന്നെ നമുക്ക് കൂട്ടുകാർ, അതുപോലെ തന്നെ പലവിധത്തിലുള്ള ആനുകൂല്യങ്ങൾ നമുക്ക് സർക്കാർ സംബന്ധമായിട്ടോ എന്തെങ്കിലുമൊക്കെ വീടിൻ്റെയൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടാനുണ്ടെങ്കിലോ എന്തെങ്കിലും സർക്കാർ ജോലിക്കാർക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഒരു തടസ്സങ്ങൾ വരുന്ന ഒരു സമയമായിട്ട് 7ാം ഭാവത്തിൽ ശനിയുടെ ദൃഷ്ടി നമുക്ക് ഒരു മന്ദത, എല്ലാ കാര്യത്തിലും ഒരു കാലതാമസം വരുത്തുക എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയുണ്ടാകും. ഭാര്യ കലഹങ്ങൾ, ഭർത്തൃകലഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഒക്കെ കൂടുതലായിട്ട് വരുന്ന ഒരു സമയമായിട്ട് വേണം ഈ ഒരു ശനിയുടെ രാശിമാറ്റത്തെക്കുറിച്ച് കന്നിക്കൂറുകാർക്ക് മനസ്സിലാക്കാനായിട്ട്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളെ നമ്മൾ പറഞ്ഞു. എന്തൊക്കെയാണ്? ഉത്തരത്തിൽ മുക്കാൽ അത്തവും ചിത്തിരയരയും. അപ്പോൾ ഇത്രയും നക്ഷത്രക്കാർക്ക് കണ്ടകശനി ദോഷം വരുന്നുണ്ട്. 7ാം ഭാവത്തിലെ ദൃഷ്ടി കൊണ്ടാണ് ആ കണ്ടകശനി ദോഷം വരുന്നത്. ശനി ഈ രാശിക്കാർക്ക് 5ാം ഭാവാധിപനും 6ാം ഭാവാധിപനുമാണ് എന്നുള്ളത് മനസ്സിലാക്കണം. ഒരു 5ാം ഭാവാധിപത്യം വഹിക്കുന്ന ശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100% ദോഷമുള്ളതിൻ്റെ നേർ പകുതിയായിട്ട് കൂട്ടിയാൽ മതി. മിഥുന ലഗ്നക്കാരന് പറഞ്ഞു കണക്ക് 9ാം ഭാവാധിപനും അഷ്ടമാധിപനും ആയതുകൊണ്ട് 9ാം ഭാവം ഒരു ഗ്രഹത്തിന് വന്നാൽ അത് നല്ലതായിട്ട് പറയും. അപ്പോൾ കന്നിക്കൂറുകാർക്ക് 5ാം ഭാവാധിപനും 6ാം ഭാവാധിപനും ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു ഫലസ്ഥിതിയാണ് ഇവിടെ വരുന്നത്. കണ്ടകശനി വരുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ട്. 7ാം ഭാവത്തിൽ വരുന്നത് കൊണ്ട് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ശാസ്താക്ഷേത്രത്തിൽ എന്ന് പറയുമ്പോൾ പ്രത്യേകമായിട്ടൊരു ശ്രദ്ധ വേണം. ഭാര്യാസമേതനായിട്ടുള്ള ശാസ്താവുണ്ട്. അപ്പം ഭാര്യാസമേതനായിട്ടുള്ള ശാസ്താവിൻ്റെ ക്ഷേത്ര ദർശനം നടത്തിക്കൊണ്ട് അവിടെ നീരാഞ്ജന വിളക്ക് നടത്തിക്കൊണ്ട് വെള്ളപ്പൂക്കൾ കൊണ്ട് പുഷ്പാഞ്ജലികൾ സമർപ്പിക്കുകയും അതുപോലെ തന്നെ വെള്ളപ്പൂക്കൾ കൊണ്ടുള്ള മാല ക്ഷേത്ര സമർപ്പണം നടത്തുക, ശംഖുപുഷ്പം കൊണ്ടുള്ള മാല സമർപ്പിക്കുക, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന കണ്ടകശനി ദോഷം വളരെയധികം പരിഹാരമാവും. അതുകൂടാതെ വ്യാഴം കർമ്മഭാവത്തിലേക്ക് വരാൻ പോകുന്നുണ്ട്. അപ്പം ഗജകേസരിയുടെ ഒരു ഭാവം, ഗജകേസരിയോ കർമ്മഭാവത്തിൽ വ്യാഴം വരികയും ചന്ദ്രൻ്റെ 28 ദിവസത്തെ സഞ്ചാരം കൊണ്ട് ശനിദോഷം ബാധിക്കത്തില്ല എന്ന് 100% പറയാൻ പറ്റുന്നൊരു ഭാവമാണ് കന്നി രാശിയിൽ വരുന്നവർക്ക്. 7ാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി വരുന്ന ഒരു ദോഷമാണ് നമുക്ക് പ്രധാനമായിട്ട് പറയുന്നത്.
പക്ഷേ വ്യാഴത്തിൻ്റെ ഒരു ദൃഷ്ടി വരാൻ പോകുന്നത് കൊണ്ട്, വ്യാഴത്തിൻ്റെ രാശിമാറ്റം കൊണ്ട്, ഈ വരുന്ന വ്യാഴത്തിൻ്റെ രാശിമാറ്റം കൊണ്ട് കന്നിരാശിക്കാർക്ക് എന്താണ്, കണ്ടകശനി ഉണ്ടെങ്കിൽ പോലും ആ ദോഷം പരിഹാരമായി പോകും ഈ പറഞ്ഞിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ. അടുത്തതായിട്ട് നമ്മൾ നേരെ വരുന്നത് ധനുക്കൂറിലേക്കാണ്. അതിൻ്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത ധനുക്കൂറുകാർക്കാണ് കണ്ടകശനി വരാൻ പോകുന്നത്. ഇവർക്ക് 7ാം ഭാവത്തിലാണെങ്കിൽ ധനുക്കൂറുകാർക്ക് 4ാം ഭാവത്തിലാണ്. 4ാം ഭാവം എന്ന് പറയുമ്പോഴത്തേക്കിന് ദോഷം ആദ്യം പറയാം. ഗൃഹനിർമ്മാണ തടസ്സങ്ങളുണ്ടാവുക, അതുപോലെ തന്നെ നമുക്ക് വീട് സംബന്ധമായിട്ട് എന്തെങ്കിലും കേസ് വഴക്കുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു തടസ്സങ്ങൾ ദോഷങ്ങൾ വരുന്നൊരു സമയമാകും. അതുകൂടാതെ 4ാം ഭാവം കൊണ്ട് ചിന്തിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും, 4ാം ഭാവം കൊണ്ട് നമുക്ക് ശയനം, ഗൃഹം, വാഹനം അതുപോലുള്ള കാര്യങ്ങൾക്കെല്ലാം ദുരിതങ്ങൾ വരുന്ന ഒരു ഭാവം എന്ന് പറയും. അതായത് വാഹനമൊക്കെ പുതുതായിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തൽക്കാലം വ്യാഴത്തിൻ്റെ രാശിമാറ്റം വരുന്ന മെയ് മാസം ഒടുക്കം വരെയൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്നത് നല്ലതായിരിക്കും. വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ഒരു സൂക്ഷ്മത പാലിക്കുക. അതുകൂടാതെ നമുക്ക് ധനനഷ്ടയോഗം പറയുന്നുണ്ട്. 4ാം ഭാവത്തിലേക്ക് ശനി മാറുമ്പോഴത്തേക്കിന് നമുക്ക് ധനനഷ്ടയോഗം ഉണ്ടാകാനും അതുപോലെ തന്നെ രോഗാരിഷ്ടതകളൊക്കെ വർദ്ധിക്കാനും ഒക്കെ ഉള്ള സമയമായിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് ശനി 2ാം ഭാവാധിപനും 3ാം ഭാവാധിപനുമാണ്. ശുഭഫലദായകനല്ല. വ്യാഴത്തിൻ്റെ ദൃഷ്ടി കൊണ്ട് ആ മാറ്റങ്ങൾ സംഭവിക്കും. അപ്പോൾ പ്രധാനമായിട്ട് നേരത്തെ പറഞ്ഞ കണക്ക് കണ്ടകശനി ദോഷം പൂരുരുട്ടാതികാല ഉത്തരട്ടാതി രേവതി നക്ഷത്രക്കാർക്ക്, അശ്വതി ഭരണി കാർത്തികകാലുകാർക്ക് 7-2 ശനി, അതുപോലെ നവിട്ടത്തരയും ചതയും പൂരുരുട്ടാതി മുക്കാല് നക്ഷത്രക്കാർക്ക് 7-2 ശനിയും, കണ്ടകശനി ഉള്ളത് മിഥുനക്കൂറുകാർക്ക്, കന്നിക്കൂറുകാർക്ക്, ധനുക്കൂറുകാർക്കാണുള്ളത്. നമ്മൾ നേരെ ഇനി വരുന്നത് കർക്കിടകൂറുകാർക്കാണ്. കർക്കിടകത്തിൽ വരുന്നത് പുണർദത്തിൽ കാലും പൂയവും ആയില്യം നക്ഷത്രക്കാരാണ് കർക്കിടകത്തിൽ വരുന്നത്. കർക്കിടകൂറുകാർക്ക് അഷ്ടമത്തിലാണ് ഇപ്പോൾ നിലവിൽ ശനിയുള്ളത്. അഷ്ടമശനി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നക്ഷത്രക്കാരാണ് അടുത്തതായിട്ട് നമുക്ക് ഒരു രക്ഷ ഉണ്ടാകാൻ പോകുന്ന ഒരു നക്ഷത്രക്കാരെന്ന് പറയുന്നത്. അതായത് പുണർദത്തിൽ കാലും പൂയവും ആയില്യം നക്ഷത്രക്കാർക്ക് അഷ്ടമശനി മാറിയിട്ട് ശനി 9ാം ഭാവത്തിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ നിലവിൽ അഷ്ടമശനി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നഷ്ടഭാവങ്ങൾ, ദുരിതങ്ങൾ, പ്രയാസങ്ങൾ, രോഗങ്ങളൊക്കെ മാറാതെ നിൽക്കുന്ന കർക്കിടകൂറുകാർക്ക് ഒരു അനുകൂലമായിട്ടുള്ള ഒരു ഭാവം ഈ വരുന്ന ശനിയുടെ രാശിമാറ്റം കൊണ്ട് സംഭവിക്കുന്നുണ്ട്. പിന്നെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് വ്യാഴം 12ലേക്ക് മാറുവാണ്. ഈശ്വരാധീനം മറയാൻ പോവുകയാണ് മെയ് മാസത്തോടുകൂടി. അത് കറക്റ്റായിട്ട് നമുക്ക് നോക്കിയിട്ട് ആ സമയം വ്യാഴത്തിൻ്റെ രാശിമാറ്റമല്ല ഇപ്പോൾ നമ്മൾ പറയുന്നത്. ഇപ്പോൾ ശനിയുടെ രാശിമാറ്റത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിലും ഇപ്പം വ്യാഴത്തിൻ്റെ രാശിമാറ്റം കൊണ്ട് കർക്കിടകൂറുകാർക്ക് ദുരിതങ്ങളുടെ ഒരു ഭാവം വരാൻ പോകുന്നുമുണ്ട്. അഷ്ടമശനി മാറുന്നെങ്കിലും വ്യാഴത്തിൻ്റെ 12ലോട്ടുള്ള മാറ്റം നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ദുരിതഭാവം, ധനനഷ്ടഭാവം ഒക്കെയാണ് വരാൻ പോകുന്നത്. ചിങ്ങക്കൂറുകാർക്ക് അടുത്തത് ചിങ്ങക്കൂറുകാർക്ക് മകവും പൂരവും ഉത്തരത്തിൽ കാല് നക്ഷത്രക്കാരാണ് ചിങ്ങൻ രാശി വരുന്നത്. ചിങ്ങൻ രാശി എന്ന് പറഞ്ഞാൽ കന്നിരാശിൻ്റെ തൊട്ട് മേടി വരുന്ന ഈ രാശിക്കാർക്കാണ് മകവും പൂരവും ഉത്തരത്തിൽ കാലുകാർക്ക് ഇപ്പോൾ നിലവിൽ എന്താണ്, കണ്ടകശനിയാണ് അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മകം പൂരം ഉത്തരത്തിൽ കാലുകാർക്ക്. ശനി ഇങ്ങോട്ട് മാറുമ്പം അഷ്ടമശനി യോഗം വരാൻ പോകുന്ന ഒരു രാശിക്കാർക്ക്. കണ്ടകശനി മാറുന്നെങ്കിലും അഷ്ടമശനി വരാൻ പോകുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ കർക്കിടകൂറുകാരായിട്ടുള്ള നക്ഷത്രക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾ ഇനി പേറാൻ പോകുന്നത് ചിങ്ങക്കൂറുകാരാണ് ഇനി വരാൻ പോകുന്നത്. അപ്പം അഷ്ടമത്തിൽ ശനി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് രോഗങ്ങളെ കൊണ്ട് ധനനഷ്ടം ഉണ്ടാവുക, ആപത്തുകൾ ഉണ്ടാവുക, മനക്ലേശം ഉണ്ടാവുക, സ്വസ്ഥതക്കുറവുണ്ടാവുക, പാഴ്ചെലവുകൾ ഉണ്ടാവുക എന്നുള്ള ദുരിതമാണ് അവിടെ പറയാനുള്ളത്. ശനി നേരെ 6ാം ഭാവാധിപനും 7ാം ഭാവാധിപനുമാണ്. വ്യാഴം 11ാം ഭാവത്തിലേക്ക് മാറുന്ന ഒരു ഭാവം വരുന്നുണ്ടെങ്കിൽ പോലും ശനിദോഷം കൊണ്ട് കുറച്ച് ദോഷങ്ങൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾക്ക് കുറച്ച് മാറ്റങ്ങൾ വരും എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. എങ്കിൽ പോലും ഒരു പൂർണ്ണമായ ഒരു ഫലസിദ്ധി കാണുന്നില്ല. അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഹനുമാൻ സ്വാമിക്കുള്ള വഴിപാടുകളും വെറ്റിലമാല, കുങ്കുമാർച്ചനയൊക്കെ നടത്തിയാൽ മാത്രമേ അഷ്ടമശനിയുടെ ഒരു ദോഷങ്ങൾ മാറിക്കിട്ടത്തുള്ളൂ. കന്നിരാശിയുടെ ഫലം നമ്മൾ പറഞ്ഞു. ഇനി അടുത്തതായിട്ട് തുലാം കൂറുകാർ. കഴിഞ്ഞൊരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ തുലാക്കൂറ് വിട്ടുപോയെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് വന്നിട്ടുണ്ട്. തുലാക്കൂറിൻ്റെ വിട്ടുപോയിട്ടില്ല, ഫലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിത്തിരയരയും ചോതിയും വിശാഖത്തിൽ മുക്കാല് നക്ഷത്രക്കാരാണ് തുലാക്കൂറിൽ വരുന്നത്. ഈ തുലാക്കൂറുകാർക്കൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശനി ഈ തുലാക്കൂറുകാർക്ക് യോഗകാരകൻ എന്ന് പറയും. അതായത് ശനി എവിടെ നിന്നാലും ദോഷം ചെയ്യാത്ത ഒരേ ഒരു നക്ഷത്രക്കാർ ഈ പറയുന്ന ചിത്തിരയരയും ചോതിയും വിശാഖത്തിൽ മുക്കാലുകാരാണ്. അപ്പോൾ പലരും തുലാക്കൂറുകാർക്ക് വലിയ ദോഷം പറയുന്നുണ്ട്. ഭയങ്കര ദോഷമാണ് വരാൻ പോകുന്നതെന്ന് പറയുന്നത്. കാരണം ശനി 6ാം ഭാവത്തിലോട്ട് മാറുകയാണ്, രോഗം വരാൻ പോവുകയാണ്, ആപത്തുകൾ ഉണ്ടാകാൻ പോവാന്നൊക്കെ പറഞ്ഞ് വീഡിയോസ് ചെയ്യുന്നതായിട്ടൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ കാണാൻ പോയില്ല, സമയം കിട്ടാത്തതുകൊണ്ട്. ഇപ്പം നമുക്ക് ചിത്തിരയരയും ചോതിയും വിശാഖത്തിൽ മുക്കാലുകാർക്ക് ശനി ഏത് ഭാവത്തിൽ നിന്നാലും,
കാരണം യോഗകാരകനാണ്. യോഗകാരകൻ ഏത് ഭാവത്തിൽ നിന്നാലും ഗുണമാണ്. അതുകൂടാതെ ശനി പാപഗ്രഹങ്ങളിൽ വരുന്നൊരു ഗ്രഹമായതുകൊണ്ട് ശനി 6-ാം ഭാവത്തിൽ പോകുന്നത് കൊണ്ട് നല്ലതാണ്. അതുകൂടാതെ വ്യാഴം ഇപ്പോൾ അഷ്ടമത്തിലാണെങ്കിലും വരുന്ന മെയ് മാസത്തോടു കൂടി 9-ാം ഭാവത്തിലേക്ക് വരാൻ പോവുകയാണ്. അപ്പം ഭാഗ്യവർദ്ധനവ് പ്രധാനമായിട്ട് വരാൻ പോകുന്നു. കിട്ടാതെ കിടക്കുന്ന ധനങ്ങൾ കിട്ടുക, പ്രമോഷൻ ഉണ്ടാവുക, ഭാര്യാഭർത്താക്കന്മാർ കലഹിച്ച് നിൽക്കുന്നവരുണ്ടെങ്കിൽ ഒന്നിച്ചു ചേരുക, സന്താനങ്ങൾക്ക് മേൽഗതി ഉണ്ടാവുക, ഇങ്ങനെയൊക്കെയുള്ള പുരോഗതി, ഭാഗ്യം കൊണ്ടുണ്ടാകുന്ന എല്ലാ പുരോഗതികൾക്കും അർഹരായിട്ട് മാറാൻ പോവുകയാണ് ചിത്തിരേരയും ചോതിയും വിശാഖത്തിൽ മുക്കാലുകാർ. കണ്ടകശിനി ഇല്ല, കണ്ടകശിനി മാറുവാണ്. കണ്ടകശിനി ഇല്ലല്ലോ, നിലവിലില്ല. 6-ാം ഭാവത്തിലോട്ട് പോകുന്നു. ഇനി വരാനില്ല. 2.5 വർഷം കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഈ ചിത്തിരേരയും ചോതിയും വിശാഖത്തിൽ മുക്കാലുകാർക്ക് ശനിയുടെ കാര്യം പറയാനുള്ളൂ. വ്യാഴത്തിൻ്റെ അഷ്ടമഭാവാധിപത്യം ഇപ്പം മാറാനും കൂടെ പോവുകയാണ്. അപ്പം പൊതുവിൽ ഈ തുലാം രാശിക്കാർക്കും മഹാഭാഗ്യം വരാൻ പോകുന്നുണ്ട്. അടുത്തതായിട്ട് മഹാഭാഗ്യമുള്ള ഒരു നക്ഷത്രക്കാർ വരാൻ പോകുന്നത് വിശാഖത്തിൽ കാലും അനിഴവും തൃക്കേട്ടയും വരുന്ന വൃശ്ചികക്കൂറുകാരാണ്. വൃശ്ചികക്കൂറുകാർക്ക് നിലവിൽ വ്യാഴം 7-ാം ഭാവത്തിലുണ്ട്. കണ്ടകശിനി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടകശിനി മാറാൻ പോകുന്ന അടുത്ത കൂറുകാർ വൃശ്ചികക്കൂറുകാരാണ്. അപ്പം നിലവിൽ കണ്ടകശിനി മാറുമ്പോൾ ശനി ഇപ്പോൾ ഇവർക്ക് 4-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 4-ാം ഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൃഹവാഹന യോഗഭാവങ്ങളിൽ നിൽക്കുന്ന ആ ശനിയുടെ രാശിമാറ്റം കൊണ്ട് ഗൃഹനിർമ്മാണം പെട്ടെന്ന് നടക്കുക, വീട് വാങ്ങാൻ പറ്റുക, വസ്തുക്കൾ വാങ്ങാൻ പറ്റുക, വസ്തു വിൽപ്പനകളായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അത് മാറുക, വാഹനം പുതുതായിട്ട് മാറിയെടുക്കാൻ പറ്റുക, അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളുണ്ടാകും. കേസ് വഴക്കിൽപ്പെട്ട് കിടക്കുന്ന വസ്തുക്കൾ, വാഹനങ്ങൾ, യോഗങ്ങൾ, ഇതൊക്കെ അത് അനുകൂല ഭാവത്തിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളൊരു ഭാവം വരുന്നുണ്ടെങ്കിൽ പറയാൻ പറ്റുന്നുണ്ടെങ്കിലും വ്യാഴം അഷ്ടമത്തിലേക്ക് മാറാൻ പോവുകയാണ്. ആർക്ക്? വൃശ്ചികക്കൂറുകാർക്ക്. അപ്പോൾ വ്യാഴത്തിൻ്റെ ഫലം അല്ല പറയുന്നെങ്കിൽ പോലും ഈ വരുന്ന രാശിമാറ്റം, വ്യാഴത്തിൻ്റെ രാശിമാറ്റം വൃശ്ചികക്കൂറുകാർക്ക് ദോഷഫലമായിട്ടാണ് വരുന്നത്. അപ്പം 12 കൂറുകാരുടെയും ഫലമാണ് ഇപ്പം നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞത്. ശനിയുടെ രാശിമാറ്റത്തിൽ ഒന്നുകൂടി ലാസ്റ്റായിട്ട് പറയാം. ഉരുട്ടാതികാല്, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് 7.5 ശനി, കണ്ടകശനി, ജന്മശനി. മേടക്കൂറിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തികകാല് നക്ഷത്രക്കാർക്ക് 7.5 ശനി. അവിട്ടത്തരയും ചതയും പൂരുട്ടാതി മുക്കാലുകാർക്കും 7.5 ശനി. ഈ 3 ഭാവങ്ങളിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഇതിൽ കണ്ടകശനി 7.5. ഇവിടെ കണ്ടകശനി, കന്നിക്കൂറുകാർക്ക് കണ്ടകശനി, ധനുവിന് കണ്ടകശനി, ചിങ്ങത്തിന് അഷ്ടമശനി. ഇത്രയും നക്ഷത്രക്കാർ ഗുണഫലമായിട്ട് വരുന്നതിന് വേണ്ടിയിട്ട് ശനിപ്രീതി വരുത്തുക. പ്രധാനമായിട്ട് ഈ മന്ത്രം ഒന്ന് ഓർത്തു വെക്കുക. ഓം നിരാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തന്നമാമി ശനീശ്വരം എന്ന് പറയുന്ന ഈ മന്ത്രം ജപിച്ചു വെക്കുക. ഹനുമാൻ സ്വാമിയെ എല്ലാ ദിവസവും ഓർത്ത് പ്രാർത്ഥിക്കുക. എല്ലാ ശനിയാഴ്ചയും ഒരു നീരാഞ്ജന വിളക്ക് കത്തിക്കുക. എള്ളുപായസം നിവേദ്യം നടത്തുക. ശനീശ്വര പ്രീതിക്കായിട്ടുള്ള നീലവസ്ത്രം ഒക്കെ ക്ഷേത്രത്തിൽ ദാനം ചെയ്തൊക്കെ നല്ലതായിരിക്കും. ഒരു നീല തുണിക്കഷ്ണം നമ്മുടെ കയ്യിൽ, ഒരു ചെറിയ പീസ്, ഒരു പട്ട് തുണിക്കഷ്ണമൊക്കെ പേഴ്സിലൊക്കെ വെക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ കൂടാതെ നമുക്ക് ശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിനകൾ, നമ്മൾ ചെയ്തു പോകുന്ന കർമ്മങ്ങളിൽ നിന്നുണ്ടാകുന്ന ദോഷങ്ങളാണ് ശനിദശാകാലങ്ങളിൽ അനുഭവയോഗ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള പരിഹാരങ്ങൾ എല്ലാവരും ചെയ്യുക. നന്ദി, നമസ്കാരം.